നമസ്കാരം. ഇളമരം കരീം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, CPM-ന്റെ രാജ്യസഭ MP ആണ്, വലിയ നേതാവൊക്കെയാണ്. ഒരിക്കൽ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്ന ഗ്വാളിയാർ റേയോൺസ് ഒക്കെ പൂട്ടിച്ച് ആ വഴി വലിയ നേതാവൊക്കെ ആയ ആളാണ് ഈ ഇളമരം കരീം എന്ന വ്യക്തി. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടെന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അറിയിക്കണമല്ലോ. അതിനുവേണ്ടി ഇത്തരക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോ മാസ് ഡയലോഗ് അങ്ങ് തള്ളും. ഇന്ന് അദ്ദേഹം ഒരു മാസ് ഡയലോഗ് തള്ളിയിരിക്കുന്നത് മറ്റാരോടുമല്ല, KK രമയോടായിട്ടാണ്. അത് ഒരു മുന്നറിയിപ്പായിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് KK രമയ്ക്ക് കിട്ടിയ MLA സ്ഥാനം എന്നാണ് ഇളമരം കരീമിൻ്റെ മാസ് ഡയലോഗ്. അപ്പോൾ ഈ വാർത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ KK രമ ഇതിനു മാത്രം വലിയ ഏത് പ്രസ്ഥാനത്തിനെയാണ് ഒറ്റുകൊടുത്തത്? ഇപ്പം BJP ആണോ? അല്ല, BJP അല്ല ഒറ്റുകൊടുത്തത്. പിന്നെ കോൺഗ്രസിനെയാണോ? അല്ല, കോൺഗ്രസിനെ അല്ല ഒറ്റുകൊടുത്തത്. പിന്നെ ഏതപ്പാ ഈ വലിയ പ്രസ്ഥാനം? അങ്ങനെ വാർത്ത നോക്കി വന്നപ്പോഴാണ് CPIM എന്ന വലിയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് കിട്ടിയതാണത്രേ MLA സീറ്റ്. ഇപ്പം മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, CPKM എന്നായിരുന്നുവെങ്കിൽ ഈ ഇളമരം കരീം പറഞ്ഞത് കറക്റ്റായിരുന്നേനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് എന്നായിരുന്നു ആ പാർട്ടിയുടെ പേരെങ്കിൽ ശരിയാണ്. കേരളത്തിലെ വലിയ പ്രസ്ഥാനമാണ്, വലിയ അടിത്തറയൊക്കെയുള്ള പ്രസ്ഥാനമാണ് കേരളത്തിൽ. എന്നാൽ CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരും വെച്ചുകൊണ്ട് നടക്കുന്ന ആ പാർട്ടി എങ്ങനെയാണ് ഒരു വലിയ പ്രസ്ഥാനമാവുന്നത്? മനസ്സിലാവുന്നേയില്ല. ഇന്ത്യയിൽ 140 കോടിയോളം ജനസംഖ്യ ഉണ്ട്. അതിൽ 100 കോടിക്കെങ്കിലും വോട്ടവകാശമുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന് മുകളിൽ കാണും. എന്തായാലും വോട്ട് ചെയ്യുന്നവർ, പോൾ ചെയ്യുന്ന ആ ഒരു സംഖ്യ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 80 കോടിക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് എന്ന ഈ പ്രസ്ഥാനത്തിന്, കരീമിൻ്റെ ഭാഷയിലെ വലിയ പ്രസ്ഥാനത്തിന് കിട്ടിയ വോട്ട് 1 കോടിക്ക് താഴെയാണ്. 1% മാത്രം വരുന്ന ഒരു സംഖ്യയാണ് അവർക്ക് കിട്ടിയത്. ആ പ്രസ്ഥാനത്തിനെയാണ് ഈ മഹാൻ വലിയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒറ്റുകൊടുത്തപ്പോൾ കിട്ടിയ MLA സീറ്റ് വലിയ സ്ഥാനമാണെന്ന് കരുതരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി KK രമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, CPM-ൽ ഇരുന്നാൽ എവിടം വരെ ഉയരാം? MLA, MP, പിന്നെയും ഉയർന്നാൽ എവിടം വരെ? പരമാവധി ഒരു പിണറായി വിജയൻ വരെയാവാം. അതായത് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വരെയാവാം. അത്രയേ ഉള്ളൂ. ഇന്നോളമുള്ള ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ അതിനപ്പുറം ഏതെങ്കിലും ഒരു CPM-കാരൻ വളർന്ന ചരിത്രമില്ല. ഒരു ഗവർണറായിട്ടില്ല, ഒരു കേന്ദ്രമന്ത്രിയായിട്ടില്ല, പ്രധാനമന്ത്രിയായിട്ടില്ല, ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടില്ല. പരമാവധി അവർ എത്തിപ്പിടിച്ച ഒരു സ്ഥാനം എന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ്. KK രമയ്ക്കും വേണമെങ്കിൽ അവരുടെ മുന്നണിയുടെ കൂടെ നിന്നാൽ ഈ സ്ഥാനമൊക്കെ എത്തിപ്പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നിട്ട് തൻ്റെ മുന്നിലുള്ള കുറച്ച് അന്തംഗമ്മികളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ചെയ്യുന്ന പോലത്തെ മാസ് ഡയലോഗാണ് ഇളമരം കരീം അടിച്ചതെങ്കിൽ അത് കോമഡി ആയിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി കുറച്ച് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി. RMP എന്ന റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തോന്ന് റെവല്യൂഷണറി, എന്തോന്ന് മാർക്സിസം, എന്തോന്ന് പാർട്ടി എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. കുറച്ച് പേരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയതെന്നും വടകരയിൽ നിന്നതെന്നും MLA ആയതെന്നും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാലത്ത് KK രമയും അവരുടെ ഭർത്താവും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പിടിഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കി. ഇവർക്കൊരു പ്രശ്നമുണ്ട്. അവരുടെ പാർട്ടിയിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോയാൽ പ്രശ്നമില്ല, BJP-ലോട്ടോ കോൺഗ്രസ്സിലോട്ടോ പോയാൽ പ്രശ്നമില്ല. പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് മാറി സമാനമായ രീതിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ പിന്നെ മരണം വരെ അവരവരെ ശത്രുക്കളായിട്ട് മാത്രമേ കാണൂ. ഓരോ അവസരത്തിലും കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. അത് തൻ്റെ അവസാന കാലം വരെ MV രാഘവൻ അനുഭവിച്ചതാണ്, KR ഗൗരിയമ്മ അനുഭവിച്ചതാണ്. പിന്നീട് അവസാന സമയം ആയപ്പോഴാണ് ഇവർ മാപ്പ് കൊടുത്തത്. എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ വലിയ പ്രശ്നമില്ല. പിളർത്തിക്കൊണ്ട് അണികളെയും കൊണ്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കി സമാനമായ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇളമരം കരീമിൻ്റെ ഈ വാക്കുകൾ ഒരു ഭീഷണിയുടെ സ്വരം കൂടി ഉണ്ട് എന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു. അല്ലായിരുന്നുവെങ്കിൽ വെറും ഒരു MLA മാത്രമുള്ള KK രമയെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇത്തരം ഡയലോഗുകൾ ഒന്നും അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതും ഇവരെന്തോ വലിയ ആന പാർട്ടിയാണ് എന്ന് ധരിപ്പിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ CPIM ഈ ഇളമരം കരീം പറയുന്ന പോലെ വലിയ ആനകൂന പാർട്ടിയൊന്നുമില്ല, വലിയ മഹാപ്രസ്ഥാനമൊന്നുമല്ല. അത് ചെറിയൊരു ഈർക്കിൽ പ്രസ്ഥാനം മാത്രമാണ്, ഒരു ശരാശരി പ്രാദേശിക പാർട്ടി. അതിനപ്പുറം ഒന്നുമില്ല. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.